പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഡാമേജ് നമ്മൾ അല്പമെങ്കിലും ഇതിനോടകം മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾക്ക് ഫ്രീ ആകണമോ, ഫ്രീഡം എൻജോയ് ചെയ്യണമോ? എന്നാൽ നമ്മുടെ അൺഫോർഗീവ്നെസ് ജീവിതത്തിലുള്ളതിൻ്റെ ആഴം എത്രമാത്രമുണ്ട്, അതെത്രമാത്രം നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. അത് റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ മാത്രമേ അതുണ്ടാക്കിയ ഡാമേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുണ്ടാക്കാൻ പോകുന്ന ഡാമേജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഒന്നാമത്തെ കാര്യം, ഈ അൺഫോർഗീവ്നെസ് നമ്മുടെ ജീവിതത്തിലുള്ളത് ഒരു ഒഫൻസ്, ഒരു തെറ്റാണെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതിനെ ചെറുതായി കാണരുത്. ഇന്ന് അല്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴിയിൽ നാം നമ്മുടെ ജീവിതത്തിലുണ്ടായ മുറിവുകളെ, ഹേർട്ടിനെ ഡീൽ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിൽ തോറ്റുപോയാൽ തീർച്ചയായിട്ടും നാം നമ്മുടെ ജീവിതത്തിൽ കയ്പ് വെച്ച് പുലർത്തുന്നവരായിരിക്കും. അതൊരു ഇൻഫെക്ഷനായിരിക്കും കേട്ടോ. അത് വലുതായി നമ്മുടെ സിസ്റ്റത്തിനെ ഒക്കെ അഫക്റ്റ് ചെയ്യും. അത് വരുമ്പോൾ പിന്നെ നാം നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട തെറ്റുകളെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. മറ്റുള്ളവരെന്തൊക്കെ ചെയ്താലും, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നോ അതിന് നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങും. പ്രൈസ് ഗോഡ്. ഈ കയ്പ് വന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ ആ ശക്തിയും അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും, കുറഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ മനസ്സിലാക്കണം, ഈ ദൈവശക്തിയും ഈ ദൈവകൃപയും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കയ്പുകളെയും അതിജീവിക്കാനും പറ്റത്തുള്ളൂ. നമ്മൾ ക്ഷമിക്കാൻ റിഫ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹവും അവൻ്റെ ക്ഷമയും അനുഭവിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പഠിപ്പിച്ചത് നമ്മളൊക്കെ ഒത്തിരി പണ്ട് ചൊല്ലിയവരല്ലേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ആ റിക്വസ്റ്റിൻ്റെ വേർഡിങ്ങിൽ വാട്ട് ഇഫ് ഗോഡ് ഓൺലി forgave me to the extent that I have been willing to forgive those who have sinned against me. അതൊരു വേദനാജനകമായൊരു കാര്യമല്ലേ. നമ്മളെങ്ങനെ ക്ഷമിക്കുന്നു അതുപോലെ കർത്താവ് നമ്മളോട് ക്ഷമിക്കത്തുള്ളെന്ന്. പക്ഷേ ദൈവമക്കളെ അത് ഇഗ്നോർ ചെയ്യരുത് കേട്ടോ. കാരണം പിന്നീട് താഴോട്ടുള്ള വാക്യങ്ങൾ മത്തായി 6 നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നമ്മൾ ക്ഷമിക്കാനായിട്ട് റെഫ്യൂസ് ചെയ്യുമ്പോൾ ദൈവവുമായിട്ടുള്ള, നമ്മുടെ പിതാവാം ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന് ചില ബ്ലോക്കുകൾ വരിക. ഉറപ്പിച്ച് തറപ്പിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വന്തം എക്സ്പീരിയൻസ് നമുക്ക് കൺഫേം ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ളവർക്ക് ക്ഷമ കൊടുക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കാനുള്ളൊരു വില്ലിങ്നെസ് ഉണ്ടല്ലോ. ആ വില്ലിങ്നെസ്സിന് ഒരു കണക്ഷൻ ഉണ്ട്. ഏതുമായിട്ടെന്നറിയാമോ? ദൈവം നമ്മുടെ പാപം നമ്മോട് ക്ഷമിക്കുന്നത് നാം എക്സ്പീരിയൻസ് ചെയ്യുന്നതുമായിട്ടൊരു വലിയ കണക്ഷനുണ്ട്. അതുകൊണ്ട് ഒരു കയ്പും നമ്മുടെ ജീവിതത്തിൽ വെക്കാതെ ജീവിക്കുന്ന നല്ലത് കേട്ടോ. എന്നാൽ കയ്പ് ജീവിതത്തിൽ വെച്ച് ക്ഷമിക്കുവാൻ വേണ്ടി റെഫ്യൂസ് ചെയ്ത് പ്രത്യാശയൊന്നും അതിൻ്റെ ഫുൾ എക്സ്റ്റൻറ്റിൽ അനുഭവിക്കാൻ കഴിയാതെ, ദൈവത്തിൻ്റെ കമ്പാഷൻ, മേഴ്സി, അതിൻ്റെയൊക്കെ മാധുര്യമേറിയ ടേസ്റ്റ് അനുഭവിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്ന അനേകരുണ്ട്.
ഞാൻ പറയട്ടെ, കയ്പിനുള്ള ഏറ്റവും നല്ല ക്യൂർ എന്താണെന്നറിയാമോ? അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൻ്റെ കരത്തിനെ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ ഹൃദയത്തിനെ പറ്റത്തുള്ളൂ. നമ്മൾ വായിച്ച വാക്യമുണ്ടല്ലോ, എബ്രായർ 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം അടുത്ത് ചെല്ലണം. യെസ്, ഗ്രേസ് ഈസ് ദെയർ ബിക്കോസ് ഈസ് ദെയർ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ആ ഡിവൈൻ പ്ലാൻ ആൻഡ് പേർപ്പസ് അതെല്ലാം പെർഫെക്റ്റഡ് ആയത് അവൻ്റെ കഷ്ടതയിൽ കൂടിയ. എബ്രായ ലേഖനം 2:10 ഇങ്ങനെ പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കയ്പിൻ്റെ വേര് നമ്മുടെ ജീവിതത്തിലെ ഓരോ സെല്ലിനെയും അത് അഫക്റ്റ് ചെയ്യും, ഇൻഫെസ്റ്റ് ചെയ്യും. ദൈവം നമ്മെ ക്ഷണിക്കുക, കുഞ്ഞെ, നമ്മെ നിർബന്ധിക്കുക. എന്തിനാ? അവൻ്റെ കൃപ. അത് നീ ഒന്ന് പ്രാപിക്കണേ. അങ്ങനെ നീ പ്രാപിക്കുമ്പോൾ നിൻ്റെ ഹൃദയം എല്ലാ അൺഫോർഗീവ്നെസ്സിൽ നിന്നും സെറ്റ് ഫ്രീ ആകും. ദൈവത്തെ സ്നേഹിപ്പാനും അവനെ സേവിപ്പാനും മറ്റുള്ളവരെ സ്നേഹിപ്പാനും സേവിപ്പാനും എല്ലാം ഉള്ളൊരു നല്ല മനസ്സ് ദൈവം അപ്പോൾ നിങ്ങൾക്ക് തരും. ആ ബിറ്റർനെസ്സിൻ്റെ റൂട്ടുണ്ടല്ലോ, അത് നിന്നെ മോശമാക്കത്തില്ല, നിന്നെ ട്രബിൾ ചെയ്യത്തില്ല. അതിന് പകരം ദൈവത്തിൻ്റെ കൃപ നിന്നിൽ കൂടി മറ്റുള്ളവരിലേക്ക് ഒഴുകും. നീ എന്തൊക്കെ സംഗതികളെ തൊടുമോ കൈവെക്കുമോ അതെല്ലാം അനുഗ്രഹിക്കപ്പെടും. എത്ര നല്ല അനുഭവമാണ് അല്ലേ? ഫോർഗീവ്നെസ് വാസ്തവത്തിൽ കോസ്റ്റ്ലിയാണ് കേട്ടോ. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ജീവൻ നമ്മളിൽ ഒഴുകുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കുവാൻ കഴിയും. യേശു കർത്താവ് നമ്മളോട് പറയുന്നത് നമ്മുടെ ശത്രുക്കളെ സ്നേഹിപ്പാന. അതൊരു കമാൻഡ് പോലെ നമ്മളോട് പറഞ്ഞിരിക്കുക. യെസ്, യു ക്യാൻ ഡൂ ദിസ് ബിക്കോസ് ഹീ ക്യാൻ ഡൂ ദിസ്. ദാറ്റ്സ് എ പ്രോമിസ് അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ, എന്തൊക്കെ ഞങ്ങൾ കേട്ടാലും എന്തൊക്കെ ഞങ്ങളോട് പറഞ്ഞാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണെന്ന് ആരെങ്കിലും ഏതെങ്കിലും പട്ടികപ്പെട്ടവർക്ക് എവിടെയെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ആ പേഴ്സണെ ഫോർഗീവ് ചെയ്യാൻ പറ്റത്തേയില്ല. അതുപോലെ ആ പേഴ്സൺ എന്നോട് ചെയ്തിരിക്കുന്നത് അത് വളരെ വേദനാജനകം, അതെനിക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തേയില്ല. അതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം വ്യക്തി എന്നോട് ചെയ്തിട്ടുണ്ട്. അതെന്നെ വളരെയധികം ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ ദൈവത്തിലേ നീ ഇരിക്കുന്നത്? എന്നാൽ നീ നിന്നോട് തന്നെ ചോദിക്കണം, നാം നമ്മോട് തന്നെ ചോദിക്കണം. ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ളത് എൻ്റെ ഒരു കഴിവുണ്ടല്ലോ, അത് ആ തെറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ ബേസ് ചെയ്താണോ? അല്ലെങ്കിൽ ഇങ്ങനൊന്ന് തന്നെത്താൻ ചോദിക്കണം, ആ വേദനയുടെ കാഠിന്യം ഫോർഗീവ് ചെയ്യാനായിട്ട് ഇമ്പോസിബിളാക്കി ഇതിനെ തീർക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. മീഖാ പ്രവചനം 7-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഇങ്ങനെ പറയുന്നു. മൈഖാ 7:19. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളെ ഒക്കെയും നീ സമുദ്രത്തിൻ്റെ ആഴത്തിൽ ഇട്ടുകളയും. പ്രൈസ് ഗോഡ്. ഓൾ അവർ സിൻസ്, അകൃത്യങ്ങളെ പാപങ്ങളെ ഒക്കെ, ഓൾ അവർ സിൻസ്, നോട്ട് സം ബട്ട് ഓൾ, അവൻ ചവിട്ടിക്കളയും. അതിനകത്ത് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുന്നതും കളിയാക്കുന്നതും എല്ലാം ഉൾപ്പെടും കേട്ടോ. സങ്കീർത്തനം 22:6-7 വാക്യങ്ങൾ. ജ്ഞാനവും മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. പറയുന്നത് കേട്ടോ. പ്രൈസ് ഗോഡ്. ഡെസ്പൈസ്ഡ് ആൻഡ് റിജക്റ്റഡ് ആയിട്ടുള്ള അവസ്ഥ. പ്രൈസ് ഗോഡ്. അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ വ്യക്തിത്വം, അതെല്ലാം അപമാനിക്കപ്പെടുന്നിടത്തേക്ക് എത്തിക്കഴിഞ്ഞു. യെശയ്യാവ് 53 അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു.
പ്രൈസ് ഗോഡ്. ഹേറ്റഡ്, സ്പാറ്റ് അപ്പോൺ, റിഡിക്യൂൾഡ്, ഹ്യൂമിലിയേറ്റഡ്, ബിട്രേഡ് ആൻഡ് വാണ്ടഡ് ഡെഡ്. ഇതെല്ലാം ചെയ്ത് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാനായിരുന്നു ശത്രുവിന് ഇഷ്ടം. നമ്മുടെ എല്ലാം പാപങ്ങൾ നിമിത്തമാണ് ദൈവം അങ്ങനെ ചെയ്തത് കേട്ടോ. പ്രൈസ് ഗോഡ്. അവൻ നമ്മുടെ പാപങ്ങളെല്ലാം അതുകൊണ്ട് ക്ഷമിച്ച് തന്നു. താൻ ക്രൂശിൽ കയറിയതുകൊണ്ട് അത് ഹൃദയത്തിൽ വെച്ചുകൊള്ളണം കേട്ടോ, മറന്നു പോകരുത്. നമുക്കും ആ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച് ക്ഷമിക്കുവാൻ തക്കൊണ്ട് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ നീ നിൻ്റെ ശരീരത്തിൽ വഹിച്ചു. നീ അകൃത്യയാഗമായി തീർന്നു. നീ നിന്ദിക്കപ്പെട്ടു, അടിയേറ്റു, ചാട്ടവാറിനാൽ 1 അടി. കർത്താവേ, തലയിൽ മുൾക്കിരീടം വെച്ചു. എന്തെല്ലാം കഷ്ടങ്ങൾ നീ സഹിച്ചു ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി. കർത്താവെ, ഞങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ തക്കണം. ഫൊർഗീവ്നെസ് എന്ന സംഗതി ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി പതിവാൻ തക്കണം. എല്ലാ സ്വർഗ്ഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ്.